തടസ്സങ്ങൾ കാണുമ്പോഴേ വഴിമാറുകയല്ല, ആ തടസ്സങ്ങളെ നീക്കി മുന്നേറുകയാണ് ചെയ്തത്. ഈ ഉമ്മത്തിന്റെ പ്രത്യേകത അതാണ്. ഈ ഒരു ആർജവവും നന്മയിലേക്ക് ഉന്നതങ്ങളിലേക്കുള്ള നോട്ടവും ഈ ഉമ്മത്തിന് വേണം. അള്ളാഹു നമുക്കത് നൽകട്ടെ. നമ്മൾ വെറും തിന്നുകയും കുടിക്കുകയും ഭോഗിക്കുകയും ചെയ്ത് ശരീരത്തിന്റെ അടിമകളായി മാറല്ലേ. ആത്മാവിനെ ആകാശങ്ങളിലേക്ക് പറക്കാൻ അനുവദിക്കാൻ കഴിയുന്ന ഈമാനിന്റെ ഉന്നതമായ ശ്രേണിയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ ഒരു വൃദ്ധയായ ഒരു പെണ്ണ് മഹാനോട് വന്ന് പറയുകയാണ്, യജമാനരെ, അവര് പറഞ്ഞു, അന്നഹാ റഅത് ഫിൽ മനാമി കഅന്ന സിറാത ഖദ് നുസിബ അലാ ജഹന്നം. നരകത്തിന്റെ മീതെ സിറാത്ത് സ്ഥാപിക്കപ്പെട്ടത് ഞാൻ കണ്ടു. തങ്ങളുടെ വീട്ടിലെ മൗലാദ് അവര് കണ്ട ഒരു ദർശനം പറയാണ്. വഖദ് തുസ്ഫിറു അലാ അഹ്ലിഹാ, അതിന് ഭീകരമായ ശബ്ദങ്ങളുണ്ട്. പിന്നെ അവര് പറഞ്ഞു, റഅത് റിജാലൻ മർറു അല സിറാത്തി ഫഅഖദതുഹുമുൻ നാർ. ഒരുപാട് ആളുകൾ ആ വഴിക്ക് കടന്നു പോയപ്പോ അവരെ ജഹന്നം പിടിച്ചു വലിക്കുന്നതും അവർ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കയറുന്നുണ്ട് സിറാത്തിൽ, അവരൊക്കെ നരകം പിടിച്ചു വലിക്കുന്നുണ്ട്. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, വറഅയ്തുക യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, ഞാൻ നിങ്ങളെ കണ്ടു. ഖദ് ജീഅ ബിക, നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടവിടെ, നിങ്ങൾ വന്നിട്ടുണ്ടവിടെ. ഇത്ര അങ്ങ് പറഞ്ഞപ്പോഴും അത് പറഞ്ഞപ്പോ ബോധം കിട്ടുപോയി. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ 34 വയസ്സായിരുന്നുള്ളൂ എന്ന് ആലോചിക്കണം, അല്ലെങ്കിൽ 40 വയസ്സിനടുത്തേ ഉള്ളൂ എന്ന്. ബോധം കെട്ടു വീണുപോയി. നിങ്ങളെ കൊണ്ടുവന്നു. ഒരുപാട് കാലം, ദിവസങ്ങളോളം പിന്നെ അദ്ദേഹത്തിന്റെ ബോധം തെളിഞ്ഞില്ല. ആ പെണ്ണ് ചെവിയിൽ വാവിട്ട് കരഞ്ഞു, റഅയ്തുക വല്ലാഹി ഖദ് നജൗത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസേ, നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാ ഞാൻ കണ്ടത്, നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാ ഞാൻ കണ്ടത്. പക്ഷെ പൂർത്തിയാക്കും മുമ്പ്, കഥ പറഞ്ഞു തീരും മുമ്പ് അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ടു പോയിരുന്നു. പടച്ചോനെ, അള്ളാഹു ഞാൻ രക്ഷപ്പെടുമോ എന്ന ഒരു ചിന്തയും ഭീതിയും, എല്ലാ പ്രതീക്ഷകളോടൊപ്പം അള്ളാഹുവിന്റെ ആ ഒരു അദാബിനെ കുറിച്ചുള്ള ചിന്തയും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും രണ്ടും നമ്മുടെ കൂടെ വേണം മുഅ്മിനെ. അള്ളാഹു റജാഇന്റെയും ഖൗഫിന്റെയും ഇടയിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മ സജ്ജനങ്ങളുടെ സ്വഭാവങ്ങളിലേക്ക് എത്തിച്ചു തരട്ടെ. നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിക്കാറുണ്ടോ പരലോകത്തിന്റെ വിഷയത്തിൽ? സിറാത്തിലൂടെ ഞാനും നിങ്ങളും നടന്നു പോകുന്നത്, ആരും കൈപിടിക്കാനില്ല, ആരും അവിടെ സഹായിക്കാനില്ല. നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളല്ലാതെ മറ്റാരും കൂടെയില്ലാതെ പോകുന്ന ആ ഒരു യാത്രക്ക് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ കൂടെ എത്രയോ ചെറുപ്പക്കാർ റോഡുകളിൽ ആക്സിഡന്റുകളിൽ മരിച്ചുപോയില്ലേ, ആശുപത്രി കിടക്കകളിൽ മരിച്ചുപോയില്ലേ? അവരൊക്കെ കർമ്മങ്ങളുമായി നീങ്ങിക്കഴിഞ്ഞു. നമുക്ക് അള്ളാഹു വിട്ടിരിക്കുക നമ്മളെ, നീ കുറച്ചുകൂടെ സമയം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു? സ്വർഗം സത്യവിശ്വാസികളെ കാത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്നൽ ജന്നത ലതഷ്താഖു ഇലാ സലാസ. സ്വർഗം 3 പേരെ കാണാൻ കൊതിക്കുകയാണ്. ഹബീബിന്റെ സ്വഹാബിമാരിൽ 3 പേർ, ആ 3 പേരെ സ്വർഗം കാണാൻ കൊതിക്കുന്നുണ്ട്. അലിയുൻ വ അമ്മാറുൻ വ സൽമാൻ. അത് ഒന്ന് അലിയാരാണ്, ഒന്ന് അമ്മാർ ഇബ്നു യാസിറാണ്, ഒന്ന് സൽമാനുൽ ഫാരിസിയാണ് റളിയല്ലാഹു അൻഹും. ഈ 3 മഹാന്മാരെ സ്വർഗം കാണാൻ കൊതിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലിയാര് ചെറുപ്പത്തിൽ ഈമാൻ സ്വീകരിച്ചവര്, ചെറുപ്പത്തില് ചെറിയ പ്രായത്തില് കുട്ടികളിൽ ഈമാൻ സ്വീകരിച്ചവരല്ലേ അലിയാര് തങ്ങള്. അമ്മാർ ആ സ്വഹാബിയുടെ ഉമ്മയും വാപ്പയുമാണ് ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഷഹീദുമാർ. ആദ്യത്തെ ഷഹീദത്ത് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ഈ അമ്മാർ എന്ന ചെറുപ്പക്കാരന്റെ ഉമ്മയാണ്. വാപ്പയെ അവർ കൊന്നു, യാസിർ എന്നവരെ റളിയല്ലാഹു അൻഹു. നമുക്ക് തിരൂരിനെ മറക്കാൻ കഴിയാത്ത യാസിർ എന്ന സഹോദരൻ നമ്മൾ ഓർക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ഇപ്പുറത്തുണ്ട് കൊടുഞ്ഞിയിൽ നമ്മുടെ ഫൈസൽ, അല്ലാഹു അദ്ദേഹത്തിന്റെയും ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. എത്രയോ ആളുകള് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, ആ ചെറുപ്പക്കാരൻ ഉമ്മയും ഉപ്പയും കൺമുമ്പിൽ വെച്ച് ഷഹീദാകുന്നത് കണ്ണുകൊണ്ട് കണ്ട ചെറുപ്പക്കാരനായിരുന്നു അമ്മാർ റളിയല്ലാഹു അൻഹു. ആ അമ്മാർ എന്നവര് പിന്മാറിയിട്ടില്ല. തന്റെ വാപ്പയെ ഉമ്മയെ കൊന്ന പോലെ തന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പിന്മാറാതെ പിടിച്ചെന്ന ചെറുപ്പക്കാരനാണത്. അമ്മാർ ഇബ്നു യാസിർ എന്നവർ, അലിയാർ എന്നവർ ആരാണ്? സൽമാനുൽ ഫാരിസി. സ്വർഗം കാണാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞ സൽമാൻ ആരാണെന്നറിയുമോ? 12 വയസ്സുള്ളപ്പോ ഇറാനിൽ നിന്ന്
തീ ആരാധകരായ വീട്ടുകാരിൽ നിന്ന്, പിതാവ് മജൂസി മതത്തിന്റെ നേതാവാണ്, പൂജാരിയാണ്, തീ കത്തിക്കാൻ ഏൽപ്പിച്ചതാണ് മോനെ. ഏറ്റവും കൂടുതൽ പൈസയുള്ള ആ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ, ആ പിതാവിന്റെ സമ്പാദ്യം മുഴുവനും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സത്യദീൻ, യഥാർത്ഥ ദൈവം പടച്ച തമ്പുരാൻ സൃഷ്ടാവ് തീയല്ല, ഈ തീ അണഞ്ഞാൽ ആരിത് കത്തിക്കും? സൃഷ്ടാവ് കണ്ണുകളെ പടച്ചവൻ, എന്നാൽ കണ്ണുകൊണ്ട് കാണപ്പെടാത്തവൻ. അവനാണ് ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, അവന്റെ സൃഷ്ടിക്കതീതമായവൻ. ആ സൃഷ്ടാവിനെ അറിയാൻ വേണ്ടി ഇറാനിൽ നിന്ന് പേർഷ്യയിലേക്ക്, സിറിയയിലേക്ക് യാത്ര ചെയ്തു ചെറുപ്പക്കാരൻ. 16 വയസ്സുള്ള മോനെ സിറിയയിലേക്ക് വന്നു, ഫലസ്തീനിൽ വന്നു, അവിടെ നിന്ന് ഇറാഖിലേക്ക് വന്നു, നാസുബീനിലേക്ക് വന്നു, ഇറാഖിൽ നിന്ന് വീണ്ടും തുർക്കിയിലേക്ക് പോയി, അമൂരിയയിലേക്ക്, തുർക്കിയിൽ നിന്ന് മക്കത്തേക്ക് വന്നു, മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്നു. അവിടെ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ബുഇസ നബിയൻ, പ്രവാചകത്വം ലഭിച്ച നബി തങ്ങൾ മദീനയിലുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലെ നുബുവത്തിന്റെ സീൽ എന്ന് പറയുന്ന അടയാളം ചുമലിൽ കണ്ട്, ഹബീബിന്റെ ചുമലിൽ ചുംബിച്ചു വീണുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന 20ഓളം വർഷമെടുത്ത ത്യാഗനിർഭരമായ വിശ്വാസത്തിന് വേണ്ടിയുള്ള യാത്രക്കൊടുവിൽ അവസാനം ഈമാനിന്റെ വെളിച്ചത്തിന്റെ പ്രഭയെ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടിയ സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഈ 3 പേരും ചെറുപ്പക്കാരാണ്. അല്ലാഹുവിന്റെ സ്വർഗം അവര് വരാൻ കാത്തിരിക്കുകയാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നൽകുന്ന ഒരു ആശയമുണ്ട്. നമ്മുടെ ഈ ചെറുപ്പക്കാർ ദീനിന്റെ സദസ്സുകളിൽ വന്നിരിക്കുന്നത് ശുഭോദർക്കമാണ്, വളരെ സന്തോഷകരമാണ്. അല്ലാഹു ഹിദായത്ത്, അല്ലാഹു നമുക്ക് മരണം വരെ നിലനിർത്തി തരട്ടെ. ഇതൊരു സന്തോഷത്തിന്റെ മജ്ലിസാണ്. ഈ സായാഹ്നം ദുആക്ക് ഉത്തരമുള്ള നേരമാണ്. അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ഇന്ന ഫീഹാ ലസാഅത ഇജാബ, ദുആക്ക് ഉത്തരമുള്ള ഒരു സമയമുണ്ടെന്ന് പരിശുദ്ധ നബി ഞങ്ങൾ പറയാറുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങളെ നീ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തി തരണേ റബ്ബേ. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ റബ്ബേ. ഐഹിക ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ നൽകണേ റബ്ബേ. മാരക രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ റബ്ബേ. ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. ഇന്നൽ ജന്ന ലതഷ്താഖു ഇലാ സലാസ, 3 പേരെ കാണാൻ സ്വർഗം കൊതിക്കുകയാണ്. അലിയിൻ വഅമ്മാരിൻ, അലിയും വഅമ്മാരിൻ വസൽമാൻ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിശ്രമമില്ലാത്തൊരു ജീവിതമാവട്ടെ, നന്മയിലേക്കുള്ള ഓടിയെടുക്കലാവട്ടെ. നന്മയിലേക്ക് ആദ്യം ബിലാൽ ഇബ്നു റബാഹ് തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, ഒരുപാട് യാത്രാ സംഘം വരുന്നുണ്ട്, സിറിയയിൽ നിന്ന് കച്ചവട ചരക്കുമായിട്ട് മദീനയിലേക്ക് വരുന്നു. ആ ഒട്ടകപ്പുറത്ത് ടെക്സ്റ്റൈൽസ് ഉണ്ട്, നട്സുകളുണ്ട്, ഗ്രെയിൻസുകളുണ്ട്, പല സാധനങ്ങൾ വരുന്നുണ്ട്, ആയുധങ്ങളുണ്ട്, പല ഭക്ഷണ സാധനങ്ങളുണ്ട്, ഓർണമെന്റ്സുകളുണ്ട്. ഇതുമായൊക്കെ സിറിയയിൽ നിന്ന് മദീനയിലേക്ക് ഒട്ടക സംഘമായി വരുമ്പോ ഒരാൾ ചോദിച്ചു ബിലാൽ തങ്ങളോട്, മൻ സബഖ, ഏത് യാത്രാ സംഘമാണ് മുമ്പിലെത്തിയത്, ആരാ മുമ്പിലെത്തിയത് എന്ന് ചോദിച്ചപ്പോ ബിലാൽ തങ്ങൾ പറഞ്ഞു, സബഖൽ മുഖറബൂൻ, നന്മയിലേക്ക് മുന്നോട്ട് വന്നവർ അല്ലാഹുവിന്റെ സാമീപ്യം കൊണ്ട് രക്ഷപ്പെട്ടല്ലോ. ഇതല്ലല്ലോ ഞാൻ ചോദിച്ചത്. അസ്അലുക അനിൽ ഖൈൽ, നമ്മുടെ കുതിര സംഘം, നമ്മുടെ ഒട്ടക സംഘം അവരെവിടെ എത്തിയെന്നാ ഞാൻ ചോദിച്ചത്. ബിലാൽ തങ്ങൾ പറഞ്ഞു, വാന ഉജീബുക അനിൽ ഖൈർ, ഞാൻ നിങ്ങളോട് ഖൈറിനെ കുറിച്ചാ മറുപടി തരുന്നത്. നിങ്ങൾ ചോദിച്ചത് ഖൈലിനെ കുറിച്ച്, നിങ്ങൾ ചോദിച്ചത് ഒട്ടക സംഘത്തെക്കുറിച്ച്, ഞാൻ മറുപടി തരുന്നത് ഖൈറിനെ കുറിച്ച്, നന്മയെ കുറിച്ച് എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയാവട്ടെ നമ്മുടെയൊക്കെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിലേക്ക് ഓടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരുഭൂമിയുടെ നടുവിൽ ഒരാളിരിക്കുന്നു. നമ്മുടെ മുൻഗാമികൾപ്പെട്ട ഒരാൾ ചോദിച്ചു, മിൻ ഐൻ, നിങ്ങൾ എവിടുന്നാ വരുന്നത്, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ മറുപടി, മിൻ ഇൻദി ഖൗമിൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അല്ലാഹു തആല ഒരു വിഭാഗം കച്ചവടക്കാരെ കുറിച്ച് പറഞ്ഞുവല്ലോ. കച്ചവടക്കാർ, തിരൂര് എന്ന് പറയുമ്പോൾ തന്നെ കച്ചവടം എന്നാ ഓർമ്മ വരുന്നത്, അതുകൊണ്ട് പറഞ്ഞു പോവാണേ, ക്ഷമിക്കണേ. കച്ചവടമില്ലാത്തവരും ജോലിക്കാരും കർഷകരൊക്കെ ഉണ്ടാവും നമ്മളെ കൂട്ടത്തില്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. കച്ചവടം കൊണ്ടോ വിൽപ്പന കൊണ്ടോ
അള്ളാഹുവിനെ ഓർക്കാൻ അവർക്ക് തടസ്സം വരാറില്ലാത്ത ഒരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ഞാൻ അക്കൂട്ടത്തിൽ നിന്ന് വരികയാണ്. അള്ളാഹുവിനെ പേടിക്കുന്ന കച്ചവടക്കാരനാണെന്ന് പറഞ്ഞു. നോക്കണം, മൂല്യന്മാർക്ക് പോലും അള്ളാഹു ഇങ്ങനെ ഓഫർ വെച്ചിട്ടില്ല എന്ന കച്ചവടക്കാർക്ക് കൊടുത്ത പോലെ. അത്താജിറു സ്വദൂഖ്, സത്യസന്ധനായ കച്ചവടക്കാരൻ, മഅൻ നബിയീൻ, നാളെ സ്വർഗത്തിൽ അംബിയായിന്റെ കൂടെ, നൂഹ് നബിന്റെ സുലൈമാൻ നബിന്റെ കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ടാവും. തിരൂരിലെ നല്ല നല്ല ബിസിനസ്സുകാർ, ഉസ്താദ്മാർ ചിലപ്പോൾ അവിടെ മൂലക്കലോടിയിലൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടോ അള്ളാഹു ആലം. സാധാരണക്കാരും അല്ലാത്തവരും ഒക്കെ ഉണ്ടായിരിക്കാം. അംബിയാഇന്റെ കൂടെ ഇരിക്കുന്നൊരു സൗഭാഗ്യം സത്യം പറയുന്ന കച്ചവടക്കാർക്ക് മാത്രം പറഞ്ഞതാ. അതിച്ചിരി പ്രയാസമാണ്. സത്യം പറയുന്ന കച്ചവടക്കാർ, എല്ലാ കച്ചവടക്കാർക്കും അല്ല കേട്ടോ. അത്താജിറു സ്വദൂഖ്, സത്യം പറഞ്ഞ് സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ അംബിയായിന്റെ കൂടെയാണ്. മറ്റൊക്കെ സ്വർഗം കിട്ടും എന്നൊക്കെ പറയാം, അങ്ങനെ പറയാ. സ്വർഗമുണ്ട്, സ്വർഗത്തിലെത്തും. സ്വർഗത്തിൽ അംബിയായിന്റെ കൂടെ ഇരിക്കുന്നു പറഞ്ഞത് ആർക്കാ? സത്യസന്ധരായ കച്ചവടക്കാർക്കാ. വാ വഴിക്കൊന്ന് ആലോചിച്ചൂടെ? അങ്ങനെ ലാഭമുള്ളത് മദീനെ, അല്ലെങ്കിൽ വേണ്ടാന്ന് നോക്കണം. നുണ പറഞ്ഞിട്ടുള്ള കച്ചവടം ലാഭം വേണ്ടാന്ന് വെച്ചാൽ എന്താ? അപ്പോഴല്ലേ നമുക്ക് ആഖിറം കിട്ടുള്ളൂ. ദുന്യാവിൽ ആരെയും വഞ്ചിക്കും വേണ്ട, ഒരു ശാപവും ഉണ്ടാവില്ല. പരലോകത്ത് അള്ളാഹുവിന്റെ തൃപ്തിയും. അള്ളാഹു നീ സഹായിക്കണേ റബ്ബേ. അയാൾ പറഞ്ഞു, എവിടെന്നാ വരുന്നത്? ഞാൻ കച്ചവടക്കാരനാണ്, പക്ഷേ എന്റെ കച്ചവടം അള്ളാഹുവിനെ ഓർക്കാൻ തടസ്സമാവാറില്ല. ഞാൻ ദിക്ർ ചൊല്ലുന്ന കച്ചവടക്കാരനാണ്. എങ്ങോട്ടാ പോകുന്നത്? ഇലാ ഖൗമിൻ, ഞാൻ പോകുന്നത് അല്ലാഹു ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞില്ലയോ? തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വതമആ. രാത്രി കിടന്നുറങ്ങാനിരിക്കുമ്പോ ഉറക്കം മുഴുവൻ വരാതെ എഴുന്നേൽക്കുന്ന ആളുകളുണ്ടെന്ന് അല്ലാഹു പറഞ്ഞില്ലേ? രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിയില്ല. രാത്രി രാജാക്കന്മാർ സ്വകാര്യമായ മീറ്റിംഗ് വിളിക്കുന്ന സമയമാണെന്ന രാത്രിയുടെ, പ്രത്യേകിച്ച് അന്ത്യയാമങ്ങൾ. ഒട്ടപ്പാതിര നേരം എന്നൊക്കെ പറയില്ലേ? ഞങ്ങൾ ഇന്നലെ സുബൈക്ക് എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു സ്ഥലത്ത് JCB കൊണ്ട് മണ്ണെടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറയാ, ആരും കാണാത്ത സ്വന്തം പറമ്പെന്നായിരിക്കും മണ്ണെടുക്കുന്നത്. പക്ഷേ പ്രശ്നമല്ലേ, ആരെങ്കിലും കണ്ടാലെന്ന് വിചാരിച്ച്. സമയം 4 മണിയാവുന്നുള്ളൂ. പ്രശോനെ മനുഷ്യന്മാരെ നാട്ടുകാരും പൊടിച്ചിട്ട് തന്നെയായിരിക്കും ഈ നേരത്ത് വിളക്കും കത്തിച്ച് അവനാൻ്റെ പറമ്പെന്നായി മണ്ണെടുക്കണം. ഒരു JCB ഉണ്ട്, പിന്നെ ഒരു ലോറി ഇവിടെ നിർത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ നേരമുണ്ടല്ലോ, ആരും കാണാത്ത നേരം, അത് അള്ളാൻ്റെ മുമ്പിൽ മുസല്ല വിരിച്ചിരുന്ന് നോക്കി വല്ലാത്തൊരു രസമുണ്ടാവും. ആ നേരത്ത് ഉറക്കം കെട്ട് മുറുകുന്നൊരു സമയമാണത്. കണ്ണൊക്കെ ഒന്ന് മുഖം തെളിച്ച് ഒന്ന് എഴുന്നേറ്റ് അള്ളാഹുവിലേക്ക് ആ ഖിബിലാക്ക് തിരിഞ്ഞിരുന്ന് ഒരു കുട്ടി അറിയണ്ട. മഹാന്മാരൊക്കെ പെണ്ണുങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്ത് മക്കളെ ഉറക്കി മെല്ലെ ബെഡെന്ന് എഴുന്നേറ്റ് പോരുന്ന പോലെ അവനവൻ്റെ ഭാര്യമാർ ഉറങ്ങിയാൽ അവരെഴുന്നേറ്റ് നിസ്കാരത്തിലേക്ക് നിൽക്കുമായിരുന്നു എന്നാ. ചില വളവന്മാരൊക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ട് മറ്റേ പെണ്ണിനെ ചാറ്റ് ചെയ്യാൻ അപ്പുറത്തെ റൂമൊക്കെ. ഇതല്ല, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഇരിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യ പോലും അറിയാതെ ഇങ്ങോട്ട് മാറി വന്നിരുന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇരുന്ന് ആ ഒരു നേരം ഒരു വല്ലാത്ത സമയമാണ്. പ്രൈവറ്റ് മീറ്റിംഗ് നടക്കുന്ന സമയമാണ്. അത് റബ്ബുമായുള്ള മീറ്റിംഗ്. ആ നേരത്തെ, അല്ലാത്തൊക്കെ വാട്സപ്പും ഫേസ്ബുക്കും ഫോണും വിളിയും ആൾക്കാരും വരവും പോക്കുമായിട്ട് ഒന്നും നടക്കൂല. ആ ഒരു നേരം നമുക്ക് രക്ഷപ്പെട്ട് കിട്ടിയാൽ നമ്മുടെ സുബഹി രക്ഷപ്പെടും. സുബഹി കിട്ടിയോ അവർ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. സുബഹി ജമാഅത്തായി നിസ്കരിക്കുന്നവർക്ക് അള്ളാഹിന്റെ സംരക്ഷണമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടില്ല. അന്നത്തെ ദിവസം ക്ലിയർ അല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഒരു ശകുനവും വന്നില്ല. യാ അല്ലാഹ്, ആ മഹാൻ കൊടുത്ത മറുപടി ഇങ്ങനെ, ഞാൻ പോകുന്നത് ഇലാ ഖൗമിൻ തതജാഫാ ജുനൂബുഹും അനിൽ മലാജി. രാത്രികളിൽ മുഴുവൻ കിടന്നുറങ്ങാൻ കഴിയാതെ എഴുന്നേൽക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, ഞാൻ അവരിലേക്കാണ് പോകുന്നത്. ഉന്നതമായ ചിന്തകളാണ്. ചിറക് വിരിച്ച് ഉന്നതങ്ങളിലേക്ക് പറക്കേണ്ടവരാ നമ്മൾ. മുത്തുനബി തങ്ങൾ നമുക്ക് പ്രതീക്ഷയാ തന്നത്. പ്രതീക്ഷയാണ് നബി ഞങ്ങൾ തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്ത് നബി ഞങ്ങൾ പറഞ്ഞു, അൽ ഖൈറു ഫിയ വഫി ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ. ഈ സമുദായത്തിലും എന്നിലുമാണ് നന്മ. ഇലാ യൗമിൽ ഖിയാമ, ലോകാന്ത്യം വരേക്കും എന്റെ ഉമ്മത്തിൽ നന്മയുണ്ട് എന്ന് പറഞ്ഞു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയില്ലേ, കണ്ടുപിടുത്തം, ഇൻവെൻഷൻസ്, ഡിസ്കവറീസ്, ഇതൊക്കെ നടത്തുന്നത് വെസ്റ്റേൺസ്. മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു? എന്നാലും ഈ ഉമ്മത്തിൽ ഖൈറുണ്ട്. ഈ ഉമ്മത്തിൽ ഖൈറുണ്ടായിരുന്നു, ഉണ്ട്, ഇനി ഖിയാമത്ത് നാൾ വരെയും ഉണ്ട്. മുത്തുനബി ഞങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ സവാലിയൽ അർള. അല്ലാഹു എനിക്ക് ഭൂമിയെ അല്ലാഹു ചുരുക്കി കാണിച്ചു തന്നു. ഫറഅയ്തു മശാരിഖഹാ വമഗാരിബഹാ.
അറേബ്യയിൽ നിന്നുകൊണ്ട് ഈ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും നോക്കിക്കണ്ടു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കോണ്ടിനെന്റും എല്ലാ വൻകരകളും മുത്തുനബി തങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒരു സംഭവം, മുആവിയത്ത് ഇബ്നു മുആവിയ എന്ന് പറയുന്ന ഒരു സ്വഹാബി മരിച്ചപ്പോ തബൂക്കിലുള്ള നിബിതങ്ങൾക്ക് മുആവിയത്ത് ഇബ്നു മുആവിയ തങ്ങളുടെ ജനാസ നിബിതങ്ങൾ കാണിച്ചു കൊടുത്ത് നിബിതങ്ങൾ അവർക്ക് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട് തബൂക്കിൽ വെച്ച്. സ്വഹീഹായ ഹദീസാണ്. മലകളും കുന്നുകളും ഉണ്ട് മദീനയുടെയും തബൂക്കിന്റെയും ഇടയിൽ, 500 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷേ നിബിതങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു. മുആവിയത്ത് ഇബ്നു മുആവിയ ആ മഹാന് മരിച്ചപ്പോ നിബിതങ്ങളോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു തബൂക്കിൽ വെച്ച്. ആ ജനാസയെ അല്ലാഹു കാണിച്ചു കൊടുത്തു. സ്വഹാബികൾ ചോദിച്ചു, നബിയേ, ഇത് വലിയ അത്ഭുതമാണല്ലോ, എന്തേ മുആവിയത്ത് ഇബ്നു മുആവിയക്ക് മാത്രം അത്? ഇന്നഹു കാന യുഹിബ്ബു ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. സുബ്ഹാനല്ലാഹ്, ഒരു ഹുബ്ബാണ് അതിന്റെ കാരണം, അല്ലാഹുവിനോട് തോന്നിയൊരു സ്നേഹം. നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് ഉറങ്ങിക്കിടക്കുകയാണെങ്കിലും ചിലപ്പോൾ വരുന്ന സൂറയായിരിക്കും. പക്ഷെ അതൊരു സ്നേഹത്തോടെ, ഇതെന്റെ റബ്ബിനെ കുറിച്ചല്ലേ, ഖുൽ ഹുവല്ലാഹു അഹദ്, എന്റെ പടച്ചവൻ ഒരേ ഒരുത്തൻ മാത്രമാണ്, അല്ലാഹു സ്വമദ്, ഹി ഈസ് എ സെൽഫ് ഇറ്റേണൽ, എല്ലാറ്റിനും കഴിവുള്ള, ആരുടെയും സഹായം ആവശ്യമില്ലാത്തവൻ, അവനല്ലേ എന്റെ തമ്പുരാൻ. ലം യലിദ് വലം യൂലദ്, അവനൊരു ഉമ്മയോ വാപ്പയോ മക്കളോ ഇല്ലല്ലോ. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായ ആരുമേ ഒന്നുമേ ഇല്ലാത്ത ആ റബ്ബാണ് എന്റെ റബ്ബ് എന്ന് ഖുൽ ഹുവല്ലാഹു ഓതുമ്പോൾ നമുക്ക് തോന്നാറുണ്ടോ? ആ ഒരു സ്നേഹം തോന്നിയതിന്റെ പേരിൽ തബൂക്കിൽ നിന്ന് 500 കിലോമീറ്റർ ഇപ്പുറമുള്ള ഒരു ജനാസയെ അള്ളാഹുവിന്റെ റസൂലിന് കാണിച്ചു കൊടുത്ത് നിബിതങ്ങൾ നിസ്കരിച്ചു എന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിന്റെ തഫ്സീർ എടുത്താൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ഇന്നല്ലാഹ സവാലിയൽ അർള, അല്ലാഹു എനിക്ക് ഭൂമിയെ ചുരുക്കി കാണിച്ചു തന്നു. ഫറഅയ്തു മശാരിഖഹാ വ മഗാരിബഹാ, പ്രപഞ്ചത്തിന്റെ ഈസ്റ്റും വെസ്റ്റും എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു. അമേരിക്കൻ രാജ്യങ്ങളടക്കം ഇങ്ങോട്ട് ഈസ്റ്റ്, ഫാർ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റ് എല്ലാം അല്ലാഹു എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ലയബ്ലുഗന്ന ഹാദൽ അംറു മാ ബലഗൽ ലൈലു വന്നഹാർ, രാവും പകലും എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം എൻ്റെ ഇസ്ലാം എത്തുമെന്ന് പരിശുദ്ധ റസൂൽ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുമ്പോ മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ പ്രയാസപ്പെടുന്ന ഒരു കാലമാണത്, യുദ്ധഭീഷണിയുള്ള കാലമാണ്. പക്ഷെ തങ്ങൾ പറഞ്ഞു, ഡെൻമാർക്കിലും ഫിൻലാൻഡിലും ഗ്രീൻലാൻഡിലും ആർട്ടിക് റീജിയനിലും അന്റാർട്ടിക്കയിലും എന്റെ ഇസ്ലാമത്തും, അമേരിക്കയിലും ന്യൂയോർക്കിലും ഇന്ന് മുസ്ലിമീങ്ങൾക്ക് മസ്ജിദുകളുണ്ട്. വലിയ അത്ഭുതമല്ലേ അത്? അമേരിക്കയുടെ പ്രധാനപ്പെട്ട സിറ്റികളിൽ, കാലിഫോർണിയയിൽ, ന്യൂജേഴ്സിയിൽ, NYC, ന്യൂയോർക്ക് സിറ്റിയിൽ ഒക്കെ മുസ്ലിമീങ്ങൾക്ക് മസ്ജിദുകളുണ്ട്. അത്ഭുതമല്ലേ അത്? മുത്തുനബി തങ്ങൾ പറയാ, എന്റെ ദീൻ അവിടെയൊക്കെ എത്തും. ഇത് പറയുമ്പോ മക്കയിൽ നിന്ന് ദീനുമായി നബിതങ്ങൾ രക്ഷപ്പെട്ടു ഓടുകയാണ് മദീനയിലേക്ക്. ഹിജറയുടെ കാലമാണത്. പക്ഷേ തങ്ങൾ പ്രതീക്ഷ തന്നു, നമ്മൾ നോക്കുന്നത് ഉയരങ്ങളിലേക്കാണ്, ഇത് അല്ലാഹുവിന്റെ ദീനാണ്, ഇത് ലോകാലോകങ്ങളിലേക്ക് എത്തും. അതല്ലേ ഡച്ചുകാരനായ ഈ അടുത്ത സമയത്ത് ഇസ്ലാം സ്വീകരിച്ച, ഇസ്ലാം വിരോധിയായ ഒരു ചെറുപ്പക്കാരന്റെ സംഭവം നമ്മളൊക്കെ കേട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. അയാളുടെ നാവ് കൊണ്ട് അല്ലാഹു കലിമ ചൊല്ലിപ്പിച്ചില്ലേ? ഇസ്ലാം ലോകത്തിന് ശത്രുതയാണ്, ഇസ്ലാം ലോകത്ത് ക്യാൻസർ ആണെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജെറോം എന്ന് പറയുന്ന ആ മനുഷ്യനെ കൊണ്ട് അല്ലാഹു പറയിപ്പിച്ചില്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതേ നാവ് കൊണ്ട് അല്ലാഹു പറയിപ്പിച്ചില്ലേ? അത്ഭുതമല്ലേ? ഡച്ചുകാരൻ ഇസ്ലാമിനെ തുടച്ചു നീക്കണം എന്ന് പറഞ്ഞ് അതിന് പുസ്തകം എഴുതി പകുതി എത്തിയപ്പോഴാ, ഇത് ഞാൻ ഈ കണ്ടതല്ല, ഇത് അത്ഭുതമാണ്, ഇത് ദിവ്യ വെളിച്ചമാണ്, അള്ളാഹു അയാളെ കൊണ്ട് ചൊല്ലിപ്പിച്ചില്ല മുഅ്മിനെ. നമുക്കൊക്കെ ജന്മന മുസ്ലിമാവാൻ ഭാഗ്യമുണ്ടായി, ഉമ്മയും വാപ്പയും മുസ്ലിം പേരിട്ട് തന്നത് കൊണ്ട് ഇതിന്റെ വില നമുക്കറിയില്ല, അത്രേ ഉള്ളൂ. ഇതിനെ ദാഹിച്ച് സ്വീകരിക്കുകയാണ് ലോകം. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ولا يترك الله بيت مدر ولا وبر إلا أدخله هذا الدين بعز عزيز أو بذل ذليل. ലോകത്തെ എല്ലാ കൂരകളിലും കൊട്ടാരങ്ങളിലും എന്റെ ദീൻ എത്തുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ മദീനതൈനി തുഫ്തഹു അവ്വലാ അൽ ഖുസ്തൻതീനിയ അമിർ റൂമിയ. നമ്മുടെ വിഷയം ചിറകുകൾ ഉയർത്തി ഉന്നതങ്ങളിലേക്കെന്നാണ്. മുത്തുനബി തങ്ങളോട് സ്വഹാബിയുടെ ചോദ്യം,
അല്ലാഹുവിന്റെ റസൂലേ, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു നഗരമുണ്ട്, റൂമിയ എന്ന് പറയുന്ന റോമൻ പട്ടണമുണ്ട്, ഇറ്റലിയിലെ റോമാ പട്ടണം. ഈ രണ്ട് നഗരങ്ങളിൽ ഏതു നഗരമാണ് നബിയെ വിശ്വാസം സ്വീകരിക്കുന്നത്? ഏത് നഗരത്തിലേക്കാണ് ഇസ്ലാമിന്റെ വെളിച്ചം ആദ്യം കയറി ചെല്ലുന്നത്? ആരായി ചോദിക്കുന്നത്? യുദ്ധം കൊണ്ട് വാള് കഴുകി വെക്കാൻ നേരം കിട്ടാതെ ശത്രുക്കൾ ഇങ്ങോട്ട് കടന്നാക്രമണം ചെയ്ത് ഇവരെ തുരത്തിയോടിക്കാൻ മദീനക്ക് ചുറ്റും ലക്ഷക്കണക്കിന് ശത്രുക്കൾ ഒരുമിച്ചുകൂടി മദീനയെ നക്കിത്തുടക്കാൻ കഴിയുന്ന വിധമുള്ള ശത്രുസംഖ്യം അള്ളാഹുവിന്റെ ഹബീബിനെയും സ്വഹാബികളെയും വളഞ്ഞിരുന്ന കാലത്ത് നബിയെ, കോൺസ്റ്റാന്റിനോപ്പിളോ, ഇന്നത്തെ തുർക്കിയാണത്, കോൺസ്റ്റാന്റിനോപ്പിളോ അതല്ല ഇറ്റലിയുടെ റോമോ, ഏതായിരിക്കും ആദ്യം വിജയിച്ചടക്കപ്പെടുന്നത്? ഈ ചോദ്യം അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹി തങ്ങൾ ഒരു പെട്ടി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. മനോഹരമായൊരു പെട്ടി. ആ പെട്ടിക്കിന്റെ ഉള്ളിൽ ഒരു കടലാസിന്റെ കഷ്ണമുണ്ട്. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് എന്നവരെ ആ കടലാസ് എടുത്തു, എന്നിട്ട് നോക്കിയതിൽ, എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഹബീബിന്റെ കൂടെ ഇരിക്കുമ്പോ ഞങ്ങൾ എഴുതുകയാണ് ഹബീബ് പറയുന്ന ഹദീസ് ഖുർആനുകൾ എഴുതി വെക്കുന്ന നേരത്ത്, ബൈനമാ നഹ്നു ഹൗല റസൂലില്ലാഹി നക്തുബു, ഞങ്ങൾ ഹബീബിന്റെ വചനങ്ങൾ എഴുതി വെക്കുന്ന നേരത്ത്, ഇത് സുഇല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ മദീനതൈനി തുഫ്തഹു അവ്വല, ആദ്യം ജയിച്ചടക്കപ്പെടുന്ന നാട് ഏതാണ്? അഖുസ്തൻതീനിയ ഔ റൂമിയ, കോൺസ്റ്റാന്റിനോപ്പിൾ ആണോ തുർക്കിയിലെ, അതല്ല ഇറ്റലിയിലെ റോമാണോ, റോമാ പട്ടണമാണോ? ഖാല റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ മറുപടി കൊടുത്തു, മദീനത്തു ഹിറഖിലിൻ തുഫ്തഹു അവ്വല, ഹിറാക്ലിയസ് രാജാവിന്റെ പട്ടണം, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ, അതായിരിക്കും ആദ്യം ജയിച്ചടക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് റോമും ഇസ്ലാമിന്റെ പരിധിയിലേക്ക് വരും. ഈ വാക്കുകൾ നബി തങ്ങൾ പറഞ്ഞ് 700 കൊല്ലം കഴിഞ്ഞ് മഹാനായ മുഹമ്മദുൽ ഫാത്തിഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്താണ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിന്റെ പരിധിയിലേക്ക് വരുന്നത്. തങ്ങളത് പറഞ്ഞ് 700 കൊല്ലം കഴിഞ്ഞപ്പോ, ഇന്ന് ആ 700 കഴിഞ്ഞ് മറ്റൊരു 700 കഴിഞ്ഞു. നബി തങ്ങളുടെ ഒരു പ്രവചനം ഇനി ബാക്കി നിൽക്കുകയാണ്, യൂറോപ്യൻ നാടുകളിലേക്ക് ഇസ്ലാം കടന്നു ചെല്ലും എന്ന് തന്നെ. ഇത് ഹബീബിന്റെ പ്രതീക്ഷയാണ്, വഹയിന്റെ വെളിച്ചത്തിൽ നിബിധങ്ങൾ പറഞ്ഞ സത്യമാണ്. മുസ്ലിം ഉമ്മത്തിനെ ഇങ്ങനെയാണ് നിബിധങ്ങൾ ഉയർത്തുന്നത്. നമ്മൾ താഴേക്ക് നോക്കി നിൽക്കേണ്ടവരല്ല. ഈ ഉമ്മത്തിന് വിജയമുണ്ട്, നമ്മൾ ആരും തീർന്നു, മുസ്ലിമീങ്ങളുടെ കാര്യം പോക്കാണ് എന്നൊന്നുമില്ല. ലോകത്ത് ഹിറ്റ്ലറും വലിയ വലിയ ക്രൂരന്മാരും മുസോളിനിയും ഒരുപാട് ഭീകരന്മാർ, വലിയ രാജാക്കന്മാർ പലരും കഴിഞ്ഞുപോയി. ചെങ്കീസ് ഖാൻ അടക്കമുള്ള നരാധമന്മാർ അവരൊക്കെ കഴിഞ്ഞുപോയി. ലോകം ഇനിയും ബാക്കിയുണ്ട്. നമ്മളാരും ഒരു സമയം കണ്ടുകൊണ്ടും ഈ ഉമ്മത്തിന്റെ നിരാശയുടെ വാക്കുകൾ പറയരുത്. ഇന്ത്യയിൽ ഇനി മുസ്ലിമീങ്ങൾ തീർന്നു, ഇനി ഒന്നും നടക്കൂല ഒന്നും പറയല്ലേ. ഇതിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ ദീൻ ഉന്നതിയിലേക്ക് നടക്കും. ഇതിനിടയിൽ അള്ളാഹു തൗഹീദിന്റെ വെളിച്ചം ഇതിന്റെ ശത്രുക്കളുടെ ചെവിയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. ഇതാർക്കും മെമ്പർഷിപ്പ് കൂട്ടാനുള്ളതല്ല, ഇതൊരു പ്രഭയാണ്. ഇത് മനുഷ്യ ജീവിതത്തിന്റെ മാർഗധാരയാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ സൃഷ്ടാവിനറിയണമെന്ന് സൃഷ്ടാവ് പറഞ്ഞു തന്ന വിശ്വാസമാണിത്. ഇതാര് തടഞ്ഞു വെച്ച് നിർത്തിയാലും തടഞ്ഞു നിൽക്കാൻ പോകുന്നില്ല. ആ ഒരു പ്രഭയിലും പ്രതീക്ഷയിലുമാണ് ഈ ഉമ്മത്തിനെ പരിശുദ്ധ റസൂൽ നമ്മളെ പഠിപ്പിച്ചതും നമ്മളെ വളർത്തിയതും. ആ വളർത്തിയ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോവല്ലേ. നമ്മുടെ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണേ. ജോലി തിരക്കുകൾക്കിടയിൽ ഖുർആൻ ഓതാൻ മറന്നു പോവല്ലേ. സുന്നത്ത് നിസ്കാരങ്ങളിൽ ശ്രദ്ധ വേണേ. ജമാഅത്ത് നിസ്കാരങ്ങൾ ഓർമ്മ വേണേ. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നന്മയും ദീനിന്റെ പ്രവർത്തനങ്ങളും നടക്കുമ്പോൾ കൂടെ നിൽക്കണേ, നമ്മൾ മാറി നിൽക്കരുതേ എന്ന് പരിശുദ്ധ റസൂലിന്റെ ഈ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. സർവശക്തനായ അള്ളാഹു ഈ പരിശുദ്ധ സദസ്സിനെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഈ ഉമ്മത്തിന് വിജയം നൽകട്ടെ. അള്ളാഹു ഈ ഉമ്മത്തിന്റെ പ്രയാസങ്ങളെ അള്ളാഹു മറികടക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഈ ഉമ്മത്തുൻ മർഹൂമ, അള്ളാഹു കരുണ ചെയ്ത ഉമ്മത്താണ്. ലാ യുഅദ്ദിബുഹ അല്ലാഹു മർറതൈൻ, രണ്ടു നേരം അള്ളാഹു ഈ ഉമ്മത്തിനെ ശിക്ഷിക്കുകയില്ല. നബി തങ്ങൾ പറയും, മഥലു ഉമ്മത്തി മഥലുൽ മത്വർ, എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ മഴ പോലെയാണ്. ലാ യുദ്റാ
അവ്വലുഹു ഖൈറുൻ അം ആഖിറു. ഒരു മഴ പെയ്യുമ്പോൾ അതിന്റെ തുടക്കത്തിലാണോ ആ മഴയുടെ അവസാനത്തിലാണോ നന്മ എന്നറിയാൻ പറ്റാത്ത പോലെ, ഒരു മഴയുടെ ആദ്യത്തിലും അവസാനത്തിലും നന്മയിരിക്കുന്ന പോലെ എന്റെ ഉമ്മത്തിന്റെ അവ്വലിലും ആഖിറിലും നന്മയുണ്ട്, 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിം ഉമ്മത്തിലും നന്മയുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് വളരെ ധീരമായി മനസ്സുറപ്പോടുകൂടെ ഉറച്ച കാലുകളുമായി അള്ളാഹുവിന്റെ വഴിയിലേക്ക്, നാളെ പരലോകത്തേക്കുള്ള യാത്രയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സർവശക്തൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.